എന്താണ് HMIS ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഡേറ്റ റിപ്പോർട്ടിംഗ് ഓരോ മാസവും ഇതൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്കാണ് ആദ്യമായിട്ട് കടക്കുന്നത്. HMIS പോർട്ടലിന്റെ ഹോം പേജ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ഹോസ്പിറ്റലിനും യൂസർ ക്രെഡൻഷ്യൽസ് തന്നിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് റിപ്പോർട്ടിങ്ങും ചെയ്തിട്ടുണ്ടാവും. ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ള ഈ പോർട്ടൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ നേരിട്ട് നടപ്പിലാക്കി വരുന്ന ഒരു വിവരശേഖരണ സംവിധാനമാണ്. അതിൽ കേരളം പങ്കെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും റിപ്പോർട്ടിംഗ് ചെയ്യുന്നുണ്ട്. അതിൽ ഗവൺമെന്റും പബ്ലിക് സെക്ടറും ഒരുപോലെയാണ് ഡേറ്റ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റൽസും ഡേറ്റ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഡേറ്റ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പോർട്ടൽ 2008-09 ഈ പോർട്ടൽ റിപ്പോർട്ടിംഗ് ആരംഭിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പോർട്ടൽ ആരംഭിച്ചത് 2008-09 കാലഘട്ടത്തിലാണ്. അന്ന് ഈ രീതിയിലുള്ള ഇന്ന് കാണുന്ന രീതിയിൽ ഓരോ ഹോസ്പിറ്റലിൽ നിന്നും ഡേറ്റ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നില്ല ഈ 2008-09 ഈ പോർട്ടൽ റിപ്പോർട്ടിംഗ് ആരംഭിക്കുമ്പോൾ. അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലായിട്ട് അതിന് പല പല മാറ്റങ്ങൾ വരികയുണ്ടായി. 2011-12 അതിന്റെ ഓരോ ഹോസ്പിറ്റൽ തലത്തിലുള്ള റിപ്പോർട്ടിംഗ് ആരംഭിച്ചു. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിൽ പല പല മാറ്റങ്ങൾ ഈ പോർട്ടലിന് വന്നിട്ടുണ്ട്. ഈ പോർട്ടലിന് 2 തവണ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള നാഷണൽ ലെവലിലുള്ള അംഗീകാരം തന്നെ കിട്ടിയിട്ടുമുണ്ട്. അത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദേശീയ തലത്തിൽ വളരെയേറെ ഉപയോഗിക്കപ്പെടുന്ന, ആരോഗ്യ മേഖല സംബന്ധിച്ച് ഉപയോഗിക്കപ്പെടുന്ന ഒരു പോർട്ടലാണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ള ഒരു പോർട്ടൽ. ഇതിന് ലേറ്റസ്റ്റ് മാറ്റം വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ്. 2022-23 ഇതിന് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു റീവാമ്പിംഗ് നടത്തി അതിനൊരു പുതിയൊരു വേർഷൻ 2020 മുതൽ വരികയുണ്ടായി. ഇനി ഈ പോർട്ടലിൽ ആരൊക്കെയാണ് ഡേറ്റ റിപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാഷണൽ ലെവലിൽ എല്ലാ സംസ്ഥാനങ്ങളും, കേരളം ഉൾപ്പെടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഈ പോർട്ടലിൽ ഡേറ്റ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഡേറ്റ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ പബ്ലിക് ഫെസിലിറ്റീസും പിന്നെ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും. ഇതിൽ പബ്ലിക് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള പല തട്ടുകളിലായി പബ്ലിക് ഫെസിലിറ്റീസിനെ തിരിച്ചിട്ടുണ്ട്. പബ്ലിക് ഹോസ്പിറ്റൽസിനെ തരംതിരിച്ചിട്ടുണ്ട്. സബ് സെൻട്രൽ ലെവൽ, PHC ലെവൽ, CHC ലെവൽ, സബ് ഡിസ്ട്രിക്ട് ലെവൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കോളേജ്. ആ ലെവലിലാണ് ഓരോ തലത്തിലും കൊടുക്കുന്ന സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ സബ് സെന്റർ, PHC, CHC, സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ലെവൽ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്. ഈ രീതിയിലാണ് പബ്ലിക് സെക്ടറിലെ ഹോസ്പിറ്റലുകളെ തരംതിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ പബ്ലിക് സെക്ടറിലുള്ള എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലും ആദ്യം മുതലേ തന്നെ ഈ പോർട്ടലിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ഹോസ്പിറ്റലും അവരുടേതായ ഇൻഡിപെൻഡന്റ് ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മാസവും ഡേറ്റ റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മെഡിക്കൽ കോളേജുകൾ. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നമുക്ക് ഈ വർഷം മുതലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ നേരിട്ട് ഓരോ പ്രൈവറ്റ് ഹോസ്പിറ്റലിനും ഒരു യൂസർ ക്രെഡൻഷ്യൽ കൊടുത്തുകൊണ്ട് നേരിട്ട് HMIS പോർട്ടലിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഇതിനു മുന്നത്തെ വർഷങ്ങളിലും നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് പോർട്ടലിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്തിരുന്നത് ഓരോ ഹോസ്പിറ്റലും അവർക്കായിട്ട് ഇൻഡിപെൻഡന്റ് ലോഗിൻ കൊടുക്കാതെ ചെയ്തിരുന്നത് നമ്മുടെ പബ്ലിക് സെക്ടറിലെ ഹെൽത്ത് ബ്ലോക്കുകളുണ്ട്. ഓരോ റവന്യൂ ബ്ലോക്കുകൾ ഉള്ളതുപോലെ തന്നെ ഹെൽത്ത് ഡിവിഷനിൽ നമുക്ക് ഹെൽത്ത് ബ്ലോക്കുകളുണ്ട്. ആ ഒരു ബ്ലോക്കിന്റെ പരിധിയിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള ഡേറ്റ ആ ഹെൽത്ത് ബ്ലോക്കിലെ അതോറിറ്റീസ് കളക്ട് ചെയ്യുകയും ഈ ഹെൽത്ത് ബ്ലോക്കിൽ നിന്ന് നേരിട്ട് ഒരൊറ്റ ലോഗിൻ വഴി ഡേറ്റ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു വന്നിരുന്നു. ആ രീതിയിലാണ് നമ്മൾ ഇതുവരെ ഡേറ്റ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുടെ ഡേറ്റ നേരിട്ട് തന്നെ ഓരോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. കേരളം അതുപോലെ മറ്റ് 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ രീതിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ റിപ്പോർട്ടിംഗ് നമ്മൾ ഹെൽത്ത് ബ്ലോക്ക് ത്രൂ ചെയ്തിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ 2023-24 വർഷത്തിൽ HMIS പോർട്ടലിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു റിവിഷൻ കൊണ്ടുവന്നപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ റിപ്പോർട്ടിങ്ങിൽ നേരിട്ട് തന്നെ നടപ്പിലാക്കണം എന്നുള്ളത് ഒരു മസ്റ്റ് ആയിട്ട് വെച്ചു. നമ്മൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ നേരിട്ട് പോർട്ടലിലേക്ക് മാപ്പ് ചെയ്യിക്കണമെന്നും അവിടെ നിന്ന് നേരിട്ട് തന്നെ ഡേറ്റ റിപ്പോർട്ടിംഗ് ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വർഷം മുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ നേരിട്ട് ഡേറ്റ റിപ്പോർട്ടിങ്ങിലേക്ക് വന്നത്. ഇതാണ് ഇതിന്റെ ഒരു സാഹചര്യം. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പോർട്ടലിലേക്ക് ഡേറ്റ റിപ്പോർട്ടിംഗ് ആരംഭിച്ചതിന്റെ ഒരു സാഹചര്യം ഇതാണ്. ഇനി നമുക്ക് ഈ പോർട്ടലുകളിൽ ഈ HMIS പോർട്ടലിൽ എന്തൊക്കെ ഡേറ്റയാണ്
കവർ ചെയ്യുന്നത്, എന്തൊക്കെ സംബന്ധിക്കുന്ന ഡേറ്റയാണ് ഇതിനകത്ത് വരുന്നതെന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതില് ഡേറ്റ എന്ന് പറയുന്നതൊരു നമ്മൾ ഓരോ മാസവും എൻ്റർ ചെയ്യുന്ന ഡേറ്റ ഒരു 5 ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി ആൻഡ് പാർട്ട് ഇ. അങ്ങനെ ഒരു 5 പാർട്ടായിട്ട് HMIS പോർട്ടലിലെ ഡേറ്റ ഇവര് സെറ്റ് ചെയ്തിരിക്കുന്നത്. 5 പാർട്ടായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എക്കകത്ത് വരുന്നത്. പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് ബി. പാർട്ട് ബിയിൽ നാഷണൽ പ്രോഗ്രാംസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ NHM ത്രൂ നടപ്പിലാക്കുന്ന ചില നാഷണൽ പ്രോഗ്രാംസിന്റെ ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പാർട്ട് സി എന്ന് പറയുന്നത് ഹെൽത്ത് ഫെസിലിറ്റി സർവീസസ് ആണ്. അതിനകത്ത് ഒരു ഹോസ്പിറ്റലിൽ ഓരോ മാസവും എത്രത്തോളം പേഷ്യൻസ് സർവീസ് എടുക്കുന്നുണ്ട്, അവിടെ എത്രത്തോളം പേഷ്യൻസ് ലാബ് യൂസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം പേഷ്യൻസിന് മറ്റു തരത്തിലുള്ള സൗകര്യങ്ങൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ OP, IP, സർജറി, അങ്ങനെയൊക്കെയുള്ള സർവീസസ്, ഡയഗ്നോസ്റ്റിക് സർവീസുകൾ, അതൊക്കെ എത്രത്തോളം കൊടുക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ പാർട്ട് സിക്കകത്ത് കവർ ചെയ്യുന്നത്. ഇനി പാർട്ട് ഡിയിൽ വരുന്നത് അവിടെ നടക്കുന്ന ഡെത്ത് സംബന്ധിക്കുന്ന വിവരങ്ങളാണ്. ഓരോ ഹോസ്പിറ്റലും ഓരോ മാസവും നടക്കുന്ന ഡെത്ത് സംബന്ധിക്കുന്ന വിവരങ്ങളാണ് പാർട്ട് ഡിയിലുള്ളത്. പാർട്ട് ഇ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി കൺട്രോൾ സംബന്ധിക്കുന്ന വിവരങ്ങളാണ്. ഇതിൽ നിലവിൽ നമ്മൾ കേരളത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് പാർട്ട് എയും പാർട്ട് സിയും പാർട്ട് ഡിയും മാത്രമാണ്. പാർട്ട് ബിയും പാർട്ട് ഇയും പ്രൈവറ്റ് ഹോസ്പിറ്റൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പാർട്ട് എ, പാർട്ട് സി ആൻഡ് പാർട്ട് ഡി, ഈ 3 പാർട്ടിലുള്ള ഡേറ്റയാണ് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും റിപ്പോർട്ടിംഗ് വരേണ്ടത്. ഇനി ഈ ഓരോ പാർട്ടിനെയും തന്നെ വീണ്ടും മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടിൽ, പാർട്ട് എയിൽ തന്നെ ഒരു 10ഓളം മോഡ്യൂൾസ് ഉണ്ട്. അതുപോലെ പാർട്ട് സിയിലും അതുപോലെ കുറെ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ മോഡ്യൂൾസിനകത്താണ് നമുക്ക് ഡേറ്റ ക്വസ്റ്റ്യൻസ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം ഈ ഒരു ഒറ്റ മാസത്തിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏകദേശം ഒരു 500ലേറെ ഡേറ്റ വേരിയബിൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഓരോ മാസവും റിപ്പോർട്ട് ചെയ്യും. ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ഇതിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സംഘടനകളുമായിട്ടൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പൊ ആ മീറ്റിംഗിൽ അവരെല്ലാവരും ആവശ്യപ്പെട്ടത് ഈ 500ഓളം ഡേറ്റ നമുക്ക് എല്ലാ മാസവും റിപ്പോർട്ട് ചെയ്യാൻ സാധ്യമല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ തന്നെ സാന്നിധ്യത്തിൽ ഈ ക്വസ്റ്റ്യൻ എയറിനെ നമ്മളൊന്ന് ചുരുക്കി തയ്യാറാക്കിയായിരുന്നു. അപ്പൊ അങ്ങനെ പാർട്ട് എയിലും പാർട്ട് സിയിലും പാർട്ട് ഡിയിലും നിന്നായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ വേരിയബിൾസ് മാത്രമാണ് ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനോട് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ മിനിസ്ട്രി തയ്യാറാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ എയറിനെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ സംഘടനകളും ഒക്കെ ആയിട്ടുള്ള മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ കട്ട് ഷോട്ട് ചെയ്തിട്ട് നമ്മുടേതായ രീതിയിൽ ഒരു ചെറിയ ഫോർമാറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഫോർമാറ്റ് പ്രകാരം എന്തൊക്കെയാണ് ഓരോ പാർട്ടിലും, പാർട്ട് എയിലും പാർട്ട് സിയിലും പാർട്ട് ഡിയിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി തുടർന്ന് കാണുന്നത്. അതിന് പാർട്ട് എക്കകത്ത് പ്രധാനമായിട്ടും വരുന്നത് ആന്റിനേറ്റൽ കെയർ സർവീസസ്, അതുപോലെ ഡെലിവറീസ്, ന്യൂ ബോൺസിന്റെ ഡീറ്റെയിൽസ്, STI, RTI കേസസ്, ഫാമിലി പ്ലാനിങ്, ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ റിപ്പോർട്ടിങ്ങിനായിട്ട് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിൽ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിംഗ് ഫോർമാറ്റിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ആ റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് ആണ് ഈ കാണുന്നത്. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഷെയർ ചെയ്തത് കാണാം മാഡം, കാണാം. ഇത് ആക്ച്വലി ഇത്രയും അല്ല. നിങ്ങൾ ഡേറ്റ റിപ്പോർട്ടിങ്ങിനായിട്ട് പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമല്ല കാണുക. ഒരുപാട് ഏകദേശം 500ലേറെ ഡേറ്റ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. പക്ഷെ നമ്മളിവിടെ നമ്മുടെ ലെവലിൽ നടത്തിയ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എണ്ണം കുറച്ച് തയ്യാറാക്കിയതാണ് ഈ ഒരു റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്. ഈ ഫോർമാറ്റിലുള്ള ഓരോ ഡേറ്റ വേരിയബിൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ആ ഡേറ്റ വേരിയബിൾ എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനിയിപ്പോ ഈ പ്രസന്റേഷനിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് പറഞ്ഞു പാർട്ട് എയുടെ കാര്യം പറഞ്ഞു. പാർട്ട് എക്കകത്ത് നമുക്ക് ഒരു 10 മൊഡ്യൂൾസോളം ഉണ്ട്. 10 മൊഡ്യൂൾസോളമാണ് പാർട്ട് എക്കകത്ത് വരുന്നത്. പാർട്ട് എ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്നും
അമ്മയ്ക്കും കുഞ്ഞിനും നൽകുന്ന സേവനങ്ങളാണ്. അതായത് ഒരു ഗർഭിണിക്കും ഗർഭിണി വരുന്നു, ആ ഗർഭിണിയുടെ ഓരോ മാസത്തെയും അവരുടെ പല പല രീതിയിലുള്ള ടെസ്റ്റുകൾ, അത്തരം കാര്യങ്ങൾ, അതുകൂടാതെ അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന്റെ കാര്യങ്ങൾ, കുഞ്ഞിന്റെ ബർത്ത്, അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന്റെ വാക്സിനേഷൻ, അങ്ങനെ ഒരു ഗർഭാവസ്ഥ തുടങ്ങി കുട്ടിയുടെ വാക്സിനേഷൻ വരെയുള്ള അമ്മയുടെയും കുഞ്ഞിന്റെയും പല രീതിയിലുള്ള ടെസ്റ്റുകളും അവർക്ക് നൽകുന്ന സേവനങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു മൊഡ്യൂളാണ് പാർട്ട് എ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും പ്രധാനം അമ്മയുടെയും കുഞ്ഞിന്റെയും വിവരങ്ങളാണ്. ഓരോ ഹോസ്പിറ്റലിലും ഓരോ മാസം ഇതിനകത്ത് റെഫറൻസ് പീരീഡ് ഒരു മാസമാണ്. അപ്പൊ ഒരു മാസത്തെ ഡേറ്റയാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഓരോ മാസവും റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ മാസം എത്ര പ്രഗ്നന്റ് വിമൻ ആണ്, നമ്മൾ എന്തൊക്കെ സേവനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, അതാണ് നമ്മൾ ആക്ച്വലി റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ പാർട്ടിയിൽ. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രഗ്നന്റ് വിമന്റെ എണ്ണമാണ്. കഴിഞ്ഞ വർഷം അതിന് നമ്മൾ ആന്റിനേറ്റൽ രജിസ്ട്രേഷൻ എന്നാണ് ശരിക്കും പറയുക. പ്രഗ്നന്റ് വിമന്റെ എണ്ണം മൊഡ്യൂൾ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രഗ്നന്റ് വിമന്റെ എണ്ണത്തിലാണ്. അതിന് ANC രജിസ്ട്രേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ANC രജിസ്ട്രേഷൻ എന്നതിൽ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ പുതുതായി എത്തിയ ഗർഭിണികളുടെ എണ്ണമാണ്. അതായത് പ്രഗ്നന്റ് ആയി ആദ്യമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ സർവീസിന് വന്നിരിക്കുന്ന എത്ര പ്രഗ്നന്റ് വിമൻ ഉണ്ടെന്നുള്ളതാണ്. അവർ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് റെഫർ ചെയ്താണ് നമ്മുടെ അടുത്തോട്ട് വരുന്നതെങ്കിൽ അവരുടെ എണ്ണം നമ്മൾ നമ്മുടെ പോർട്ടലിൽ രജിസ്ട്രേഷൻ ആയിട്ട് കാണിക്കുക. ആ മാസത്തെ രജിസ്ട്രേഷൻ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഈ നേരിട്ട് പ്രഗ്നന്റ് ആയി നേരിട്ട് ആദ്യമായി ചെക്കപ്പിന് നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണ് വരുന്നതെങ്കിൽ അത്തരം പ്രഗ്നന്റ് വിമന്റെ എണ്ണമാണ് നമ്മൾ ANC രജിസ്ട്രേഷൻ എന്നതിലൂടെ നമ്മൾ ഓരോ മാസവും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ANC രജിസ്ട്രേഷൻ തന്നെ ഏജ് തിരിച്ചാണ് കാണിക്കേണ്ടത്. 19 ഇടയ്ക്ക് പ്രായമുള്ളവരുണ്ടെങ്കിൽ അത്തരക്കാരുടെ എണ്ണം 19 വയസ്സ് മുതൽ 49 വയസ്സ് വരെ, പിന്നെ 49 വയസ്സിന് മുകളിലോട്ട്. ഈ രീതിയിലാണ് നമ്മൾ ഈ പോർട്ടലിൽ എണ്ണം റിപ്പോർട്ട് ചെയ്യേണ്ടത്. ടോട്ടൽ ANCയുടെ എണ്ണം, അതാണ് ടോട്ടൽ ANC രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആ രജിസ്ട്രേഷൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അവരുടെ ഏജ് തിരിച്ചുള്ള എണ്ണം, ഇത്രയും കാര്യങ്ങളാണ് ഈ ANC രജിസ്ട്രേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഡേറ്റ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും ഈ ANC രജിസ്ട്രേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാവും. ഈ ANC രജിസ്ട്രേഷൻ എന്ന ഫിഗറിലൂടെ ഓരോ ഹോസ്പിറ്റലുകളും റിപ്പോർട്ട് ചെയ്യുന്ന ANC രജിസ്ട്രേഷൻ എന്ന ഡേറ്റയിലൂടെ നമ്മൾ തയ്യാറാക്കുന്നത് കേരളത്തിലെ മൊത്തം പ്രഗ്നന്റ് വിമന്റെ എണ്ണമാണ്. അതായത് ഓരോ വർഷത്തിലും 2022-23 കാലയളവിൽ, അല്ലെങ്കിൽ 2023-24 ഏപ്രിൽ മുതൽ ഫെബ്രുവരി മാസം വരെ ഓരോ ഹോസ്പിറ്റലുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ANC രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാലയളവിൽ കേരളത്തിൽ പുതുതായി എത്ര ഗർഭിണികൾ ഉണ്ട് എന്നുള്ള എണ്ണം നമ്മൾ കണക്കാക്കുന്നു. ഓരോ വർഷത്തെയും ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ ഗർഭിണികളുടെ എണ്ണമാണ്. അപ്പൊ ഇത് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ HMIS പോർട്ടലിൽ നിന്ന് 2018-19 മുതൽ 22-23 കാലയളവ് വരെയുള്ള ആ പീരീഡില് നമ്മുടെ പോർട്ടലിൽ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രഗ്നന്റ് വിമന്റെ എണ്ണമാണ്. 18-19 നമുക്ക് കണ്ടാൽ അറിയാം, ആ വർഷത്തില് 5 ലക്ഷം ഏകദേശം 5,05,000 പ്രഗ്നന്റ് വിമൻ ആണ് നമുക്ക് കേരളത്തിൽ ഉണ്ടായത്. അത് 19-20 കാലയളവിൽ നേരിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. 5.28 lakhs എന്നുള്ള എണ്ണമായിരുന്നു 19-20 ആ ഒരു വർഷത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ കോവിഡ് പീരീഡ് ആണ്. 2020-21 പറയുന്നത് കോവിഡ് കാലഘട്ടമാണ്. ആ കോവിഡ് സമയത്ത് നന്നായി കുറയുന്നതായിട്ട് ആ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും. 5.28 ഉണ്ടായിരുന്നത് 4.27 എന്നുള്ള നിലയ്ക്ക് അത്രത്തോളം ഒരു 1 lakh പോപ്പുലേഷൻ പ്രഗ്നന്റ് വിമന്റെ എണ്ണത്തിന് കുറവുണ്ടായി. പിന്നെ വീണ്ടും ആ നേരിയ രീതിയിൽ 21-22 ചെറിയൊരു വർധനവ് വന്നു. പിന്നെയും 22-23 4.15 എന്നുള്ള നിലയ്ക്ക് കുറയുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇനി ഇതിൽ തന്നെ ഈ ഗ്രാഫിൽ തന്നെ 2 ലൈൻ ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഒരു മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്ന ലൈൻ എറണാകുളം ജില്ലയുടെ പ്രഗ്നന്റ് വിമന്റെ എണ്ണവും, മുകളിൽ കാണിക്കുന്ന ബ്ലൂ കളർ എന്ന് പറയുന്ന കേരള സ്റ്റേറ്റിന്റെ മൊത്തം പ്രഗ്നന്റ് വിമന്റെ എണ്ണമാണ്. ഇതിൽ എറണാകുളം ജില്ലയിൽ ഒരു വർഷം ശരാശരി ഒരു 30,000-35,000 ഇടയ്ക്കാണ് പ്രഗ്നന്റ് വിമൻ ഉണ്ടാകുന്നത്. ഒരു വർഷം മൊത്തം എറണാകുളം ജില്ലയിലുള്ള പ്രഗ്നന്റ് വിമന്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരു 30,000-35,000 ഇടയ്ക്കാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ ഒരു 18-19 മുതൽ 22-23
3 വരെയുള്ള ട്രെൻഡ് പരിശോധിച്ചാൽ ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മൊത്തം പ്രഗ്നന്റ് വിമന്റെ ഏകദേശം ഒരു 8% വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. അപ്പൊ ഈ ഒരു കണക്കിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ആദ്യം കണ്ട ANC രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ഫിഗറിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കണക്കിലേക്ക് വരുന്നത്. അപ്പൊ ANC രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ഈ ANC രജിസ്ട്രേഷനിൽ പ്രഗ്നന്റ് വിമന്റെ എണ്ണത്തിൽ ഡ്യൂപ്ലിക്കേഷൻ പാടില്ല. നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്ന പ്രഗ്നന്റ് വിമന്റെ എണ്ണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവര് വേറെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഈ എണ്ണം കാണിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണോ ആദ്യമായി എത്തുന്നത് അങ്ങനെയുള്ളവരുടെ എണ്ണമാണ് നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോഴത്തെ ഈ ഒരു 2023-24 എറണാകുളം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രഗ്നന്റ് വിമന്റെ എണ്ണം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ ഏകദേശം 1 ലക്ഷത്തിന് മേളിലുള്ള എണ്ണം റിപ്പോർട്ടിംഗ് വന്നിട്ടുണ്ട്. ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് മിക്കവാറും ANC രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോട്ടൽ OP പ്രഗ്നന്റ് വിമന്റെ ടോട്ടൽ ഗൈനക്കോളജി ഡിവിഷനിലുള്ള ടോട്ടൽ OP ഒക്കെ എൻട്രി ചെയ്തിരിക്കുവാണോ എന്ന് തോന്നുന്നുണ്ട്. ശരിക്കും അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഡേറ്റ വേരിയബിൾ എന്ന് പറയുന്നത് ആ ഒരു ജില്ലയുടെ മൊത്തം പ്രഗ്നന്റ് വിമന്റെ എണ്ണം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ അതിനകത്ത് ഡ്യൂപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രഗ്നന്റ് വിമന്റെ എണ്ണം ഒക്കെ ഭയങ്കരമായിട്ട് മാറിപ്പോവും. അതുകൊണ്ട് ഈ രീതിയിൽ ഈ കൺസെപ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ആ ഡേറ്റ കളക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ഗ്രാഫിൽ നിന്ന് ഒരു വർഷത്തെ ശരാശരി പ്രഗ്നന്റ് വിമന്റെ എണ്ണം ഞാൻ കാണിച്ചു. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമുക്ക് ഒരു ദിവസം പുതുതായി എത്ര ഗർഭിണികൾ ഉണ്ടാകുന്നു, കേരളത്തിൽ ഓരോ ദിവസവും എത്ര ഗർഭിണികളാണ് പുതുതായി ഉണ്ടാകുന്നതെന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫിൽ കൂടെ കാണിച്ചിരിക്കും. അതായത് 2022-23 കാലയളവിൽ ഏകദേശം 1140 പ്രഗ്നന്റ് വിമൻ ആണ് ഓരോ ദിവസവും ഗർഭിണികളാകുന്ന പുതിയ പ്രഗ്നന്റ് വിമന്റെ എണ്ണം എന്ന് പറയുന്നത് അത്രയാണ്. അപ്പൊ അത് കുറഞ്ഞു വരുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുന്നത്. പക്ഷെ ഈ വർഷത്തെ ഡേറ്റയിൽ ഇപ്പൊ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ഈ രീതിയിൽ നേരിട്ട് റിപ്പോർട്ടിംഗ് ആരംഭിച്ചപ്പോൾ ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ മാക്സിമം പരിഹരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു കണക്ക് കൃത്യമായി നമുക്ക് അസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ആ കണക്ക് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ഈ ഒരു പ്രഗ്നന്റ് വിമന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗർഭിണികൾക്ക് വേണ്ടുന്ന പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും JSY, JSSK എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജനനി ശിശു സുരക്ഷ സ്കീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പദ്ധതികൾ. അപ്പൊ അത്തരം പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത് ഗർഭിണികളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടാണ് ഫണ്ട് അലോക്കേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിലൊക്കെ ഈ ടോട്ടൽ പ്രഗ്നന്റ് വിമന്റെ എണ്ണം വളരെ ആവശ്യമാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ നമ്മൾ പ്രഗ്നന്റ് വിമന്റെ എണ്ണം അസസ് ചെയ്താൽ മാത്രമേ അത് കൃത്യമായി നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. ഇനി നമ്മുടെ ആ പാർട്ട് എയിലെ മൊഡ്യൂൾ 1 തന്നെയുള്ള അടുത്തൊരു പ്രധാനപ്പെട്ട ഡേറ്റ വേരിയബിൾ ആണ് പ്രഗ്നന്റ് വിമൻ രജിസ്റ്റേർഡ് വിത്തിൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നുള്ളത്. ഇപ്പൊ പറഞ്ഞത് ഓരോ മാസത്തെയും പുതുതായുള്ള ഗർഭിണികളുടെ എണ്ണമാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ സേവനത്തിന് സർവീസ് തേടി വന്നിരിക്കുന്ന പുതുതായുള്ള ഗർഭിണികളുടെ എണ്ണമാണ് ANC രജിസ്ട്രേഷൻ. ഈ ANC രജിസ്ട്രേഷനിൽ എത്ര പ്രഗ്നന്റ് വിമൻ ആണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ഡേറ്റ വേരിയബിൾ. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. നമ്മളിപ്പോ ഒരു 100 പ്രഗ്നന്റ് വിമൻ ആണ് ഈ മാസം നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ പുതിയതായി സേവനത്തിനായി എത്തിയെങ്കിൽ അതിൽ എത്ര പേരാണ് അവരുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ഹോസ്പിറ്റലിൽ ANC ചെക്കപ്പിന് വേണ്ടി വന്നിരിക്കുന്നത്? നമ്മുടെ ഗർഭാവസ്ഥയെ സാധാരണഗതിയിൽ ഒരു 3 ട്രൈമസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പറയാറുണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ എന്നുള്ളത്. അപ് ടു 12 വീക്സ് ആണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ വരുന്നത്. 27 വീക്സ് വരെ ആവുമ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ വരും. അതിനേക്കാൾ മേളിലോട്ടുള്ളതെല്ലാം തേർഡ് ട്രൈമസ്റ്റർ ആണ്. ഇതിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ പ്രഗ്നന്റ് വിമൻ ഹോസ്പിറ്റലിൽ സമീപിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ്, മെറ്റേണൽ ഹെൽത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം തന്നെ ചോദിക്കുന്നത്. ഇപ്പോൾ കാര്യം എന്തെങ്കിലും തരത്തിലുള്ള ഹൈ റിസ്ക് സിംറ്റംസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഏർലി തന്നെ അവരുടെ എത്രയും നേരത്തെ തന്നെ അതൊക്കെ ഡിറ്റക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ഒരു ഗർഭിണി ANC ചെക്കപ്പിന് വേണ്ടി വരേണ്ടത് ആവശ്യമാണ്. അത് എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഈ പ്രഗ്നന്റ് വിമൻ രജിസ്റ്റേർഡ് വിത്തിൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നുള്ളത് ചോദിക്കുന്നത്. അപ്പൊ ഈ ഡേറ്റ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേരെയാണോ ANC രജിസ്ട്രേഷൻ ആയിട്ട് നമ്മൾ
നമ്മൾ എടുത്തിരിക്കുന്ന എണ്ണം, അതിൽ എത്ര പേരാണ് അവരുടെ 12 ആഴ്ചയ്ക്കുള്ളിൽ തന്നെയാണോ അവർ വന്നിരിക്കുന്നത്, പ്രഗ്നൻസി ചെക്കപ്പിന് വേണ്ടി വന്നിരിക്കുന്നത്, അത്തരക്കാരുടെ എണ്ണമാണ് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ രജിസ്ട്രേഷൻ ആയിട്ട് ഇവിടെ കൊടുക്കേണ്ടത്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ വേരിയബിൾ ആണ്. ഈ ഡേറ്റയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പെർസെൻറ്റേജ് ഓഫ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ANC രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്നുണ്ട്. അത് നമ്മുടെ ഹെൽത്ത് ഇൻഡെക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നീതി ആയോഗ് പ്രസിദ്ധീകരിക്കുന്ന ഹെൽത്ത് ഇൻഡെക്സ്. ആ ഹെൽത്ത് ഇൻഡെക്സ് പോലുള്ള ഇൻഡെക്സുകൾ തയ്യാറാക്കുന്നതിനൊക്കെ ഈ ഡേറ്റ ഉപയോഗിക്കുന്നുണ്ട്. പെർസെൻറ്റേജ് ഓഫ് ഫസ്റ്റ് ട്രൈമസ്റ്റർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഇൻഡിക്കേറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതും നമ്മുടെ HMIS ഡേറ്റയിൽ നിന്നാണ് അവർ ഈ പെർസെൻറ്റേജ് ഓഫ് ഫസ്റ്റ് ട്രൈമസ്റ്റർ രജിസ്ട്രേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ഡേറ്റ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത്രത്തോളം ശ്രദ്ധിക്കണം. ഇനി അടുത്ത് വരുന്നത് ടോട്ടൽ ANC ഫുട്ഫാൾ എന്നുള്ളത്. ഇപ്പൊ ANC രജിസ്ട്രേഷൻ കണ്ടു, അതിൽ തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വന്നവരുടെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടു. ഇനിയുള്ളത് ഈ ടോട്ടൽ ANC ഫുട്ഫാൾ ആണ്. അതായത് ANC റിലേറ്റഡ് ആയിട്ടുള്ള ടോട്ടൽ OP ആണ്. ഓൾഡ് കേസ് പ്ലസ് ന്യൂ കേസസും ചേർന്നിട്ടുള്ള ടോട്ടൽ OP. പ്രഗ്നന്റ് വിമന് കൊടുക്കുന്ന എല്ലാ OP കേസസും ടോട്ടൽ അടങ്ങിയതാണ് ഈ ടോട്ടൽ ANC ഫുട്ഫാൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് തയ്യാറാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരാൻ സാധ്യതയില്ല. നമുക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു അക്കൗണ്ടിങ് സംവിധാനം എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടാവും. ഒരു മാസം എത്ര OP ആണ് ഈ ഗൈനക് ഡിവിഷന്റെ പ്രഗ്നന്റ് വിമൻ. ഗൈനക്കോളജിയിൽ മറ്റ് OPയും വരാൻ സാധ്യതയുണ്ട്. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള OP ആണ് ഇവിടെ ടോട്ടൽ ANC ഫുട്ഫാൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, പെർസെൻറ്റേജ് ഓഫ് പ്രഗ്നന്റ് വിമൻ രജിസ്റ്റേർഡ് ഫോർ ആന്റിനേറ്റൽ ചെക്കപ്പ് ഇൻ ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്റർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവരുടെ പെർസെൻറ്റേജ് എത്രയുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണെന്നുള്ളത് പറഞ്ഞു. നീതി ആയോഗിന്റെ ഹെൽത്ത് ഇൻഡെക്സ് വരെ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണെന്നുള്ളത്. ഇത് നമുക്ക് 2021-22 നമുക്ക് കേരളത്തിന്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 87%. അതായത് 2021-22 കാലയളവിൽ ഉള്ള പ്രഗ്നന്റ് വിമന്റെ 87% പേരും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ANC ചെക്കപ്പിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിനെ സമീപിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് മീൻ ചെയ്യുന്നത്. എന്നാൽ അത് 2022-23 ആയപ്പോൾ 86%, 1% കുറയുന്ന രീതിയാണ് കണ്ടത്. അതായത് 2022-23 മൊത്തം പ്രഗ്നന്റ് വിമന്റെ ഒരു 86% പേര് മാത്രമാണ് അവരുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ഹോസ്പിറ്റലിൽ ANC ചെക്കപ്പിന് വേണ്ടി എത്തിയത് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഇപ്പോഴത്തെ കണക്ക് നോക്കുമ്പോൾ 2023-24 കണക്ക് നോക്കുമ്പോൾ സ്റ്റേറ്റിൽ മൊത്തം 56% വരുന്നുള്ളൂ. ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ റിപ്പോർട്ടിംഗ് എല്ലാം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റിന്റെ ഇപ്പൊ ഈ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നേരെ പകുതിയായിട്ട് കുറയുന്ന ഒരു അവസ്ഥ വന്നു. 56% ആണ് നിലവിൽ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ കാണിക്കുന്നത്. അപ്പൊ ഇത് സംഭവിച്ചു പോയത് ANC രജിസ്ട്രേഷനിൽ ഉണ്ടായ ഡ്യൂപ്ലിക്കേഷൻ ആണ് ഇതിന്റെ ഒരു കാരണമായിട്ട് വന്നിരിക്കുന്നത്. ANC എന്ന് പറഞ്ഞ പ്രഗ്നന്റ് വിമന്റെ എണ്ണമാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. ആ എണ്ണത്തിൽ വന്നിരിക്കുന്ന ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ, പലരും അവരുടെ ടോട്ടൽ OP ഒക്കെ ANC രജിസ്ട്രേഷൻ ആയിട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ സംഭവിച്ചു പോയത് കൊണ്ടാണ് ഈ പെർസെൻറ്റേജ് ഓഫ് ഫസ്റ്റ് ട്രൈമസ്റ്റർ രജിസ്ട്രേഷൻ ഭയങ്കരമായി ഇപ്രാവശ്യം കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഡേറ്റ മുൻ മാസങ്ങളിലെ ഡേറ്റ ഒന്ന് പരിശോധിച്ച് അത് അത്തരത്തിലൊന്ന് എഡിറ്റ് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഡേറ്റയും ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് അല്ല നമ്മൾ സംസ്ഥാന തലത്തിലോ സ്റ്റേറ്റ് തലത്തിലോ നാഷണൽ ലെവലിലോ ഉപയോഗിക്കുന്നത്. ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ നമുക്കത് കാണാൻ കഴിയും, നിങ്ങൾ എന്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. പക്ഷെ നമ്മൾ സ്റ്റേറ്റ് തലത്തിലോ അല്ലെങ്കിൽ നാഷണൽ തലത്തിലോ ഉപയോഗിക്കുന്നത് ഇൻഡിക്കേറ്ററുകളായിട്ടാണ്. അതായത് നിങ്ങൾ തയ്യാറാക്കുന്ന ഡേറ്റ സ്റ്റേറ്റിന്റെ മൊത്തം, അതിനെ ബേസ് ചെയ്ത് സ്റ്റേറ്റിന്റെ മൊത്തം ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ നാഷണൽ ലെവൽ മൊത്തത്തിൽ ഒരു ഇൻഡിക്കേറ്ററുകളായിട്ടാണ് ഈ ഡേറ്റ ഉപയോഗിക്കപ്പെടുന്നത്. അല്ലാതെ ഓരോ ഹോസ്പിറ്റലിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് ഈ ഡേറ്റ വെച്ചുകൊണ്ട് നമ്മൾ ഒരു രീതിയിലും അത് ഉപയോഗിക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഓരോ ഡേറ്റയും ആ ഡേറ്റ ഏത് രീതിയിലാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നും കൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ANC രജിസ്ട്രേഷൻ കണ്ടു, അതിന്റെ തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്റർ രജിസ്ട്രേഷൻ കണ്ടു. ഇനി അതിന്റെ ടോട്ടൽ ANC ഫുട്ഫാൾ കണ്ടു. ഇനിയുള്ളത് ഓരോ ANC പീരീഡിലും കൊടുക്കുന്ന വിവിധ തരത്തിലുള്ള സർവീസുകളാണ്. ഒരു പ്രഗ്നന്റ് വിമന് അവരുടെ ഓരോ ANC ചെക്കപ്പിലും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടേണ്ട വിവിധ സർവീസുകൾ. അപ്പൊ ഈ മാസം ഇതൊക്കെ എത്ര പേർക്ക് കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ട് അവരുടെ വാക്സിനേഷൻ ഉണ്ട്,
IFA ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്, കാൽസ്യം ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്, ആൽബൻഡസോൾ ടാബ്ലറ്റ് സാധാരണഗതിയിൽ കൊടുക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ TD വാക്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം എത്ര പ്രഗ്നന്റ് വിമൻ ആണ് TD വാക്സിൻ TD1 ഫസ്റ്റ് ഡോസ് വാക്സിൻ TD കൊടുത്തിരിക്കുന്നത്, അതുപോലെ എത്ര പ്രഗ്നന്റ് വിമൻ ആണ് ഈ മാസം സെക്കൻഡ് ഡോസ് TD വാക്സിൻ കൊടുത്തിരിക്കുന്നത്, എത്ര പേർക്കാണ് TD ബൂസ്റ്റർ കൊടുത്തത്. ഈ കാര്യങ്ങളാണ് നമ്മൾ TD വാക്സിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക. അതുപോലെ IFA ടാബ്ലറ്റ് സാധാരണഗതിയിൽ സെക്കൻഡ് ട്രൈമസ്റ്റർ തുടങ്ങിയുള്ള ഓരോ ദിവസത്തിലും ഒരു IFA ടാബ്ലറ്റ് വീതം പ്രഗ്നന്റ് വിമന് നിർദ്ദേശിക്കാറുണ്ട് കഴിക്കാനായി. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് 180 IFA ഏകദേശം 4th ANC ചെക്കപ്പും കഴിഞ്ഞു കഴിയുമ്പോൾ 180 IFA അവർ കംപ്ലീറ്റ് ആവും. 180 IFA കൺസ്യൂം ചെയ്ത് കംപ്ലീറ്റ് ആവും. നമ്മുടെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വരുന്ന പ്രഗ്നന്റ് വിമനിൽ എത്ര പേർക്കാണ് ഈ മാസം 180 IFAയും കംപ്ലീറ്റ് ആയത് എന്നുള്ള ഒരു എണ്ണമാണ് നമ്മൾ 180 IFA എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ വേരിയബിളിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ 180 IFA എന്നല്ല ക്വസ്റ്റ്യൻ, ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഫോർമാറ്റിനകത്ത് ഇത് വിശദമായിട്ട് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് മാത്രം 180 IFA എന്ന് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെയാണ്. TD വാക്സിൻ്റെതാണെങ്കിലും നമ്പർ ഓഫ് പ്രഗ്നന്റ് വിമൻ അഡ്മിനിസ്റ്റേർഡ് TD വാക്സിൻ ഡ്യൂറിങ് ദിസ് മന്ത് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ അതിനകത്ത് ക്വസ്റ്റ്യനിലും ഉണ്ട്. ഇപ്പൊ ഈ 180 IFA ഈ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഈ കഴിഞ്ഞ മാസത്തില് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന എത്ര പ്രഗ്നന്റ് വിമൻ ആണ് 180 IFAയും കൺസ്യൂം ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ ഇത് തയ്യാറാക്കാൻ ചിലപ്പോൾ നമുക്ക് നേരിട്ട് അങ്ങനെ ഒരു കണക്ക് ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. അപ്പൊ അതിന് സാധാരണഗതിയിൽ നമ്മുടെ പബ്ലിക് ഫെസിലിറ്റികളിലൊക്കെ ചെയ്യുന്നത് 4th ANC ചെക്കപ്പ് കഴിയുമ്പോഴാണ് ഈ ഒരു 180യും കൺസ്യൂം ചെയ്യുന്നതിനുള്ള സമയമാകുന്നത്. അപ്പൊ 4ാമത്തെ ANC ചെക്കപ്പ് എത്ര പേരാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ മാസം എടുത്തിരിക്കുന്നത്, അവരെല്ലാം IFA ടാബ്ലറ്റ് കഴിച്ചവരാണോ എന്നുള്ള എണ്ണത്തിന്റെ ബേസിസിൽ ആ 4ാമത്തെ ANC ചെക്കപ്പിന് വന്നവരുടെ എണ്ണമാണ് ഈ 180 IFA കൺസ്യൂം ചെയ്തവരുടെ എണ്ണമായിട്ട് സാധാരണ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്തു വരുന്നത്. അതുപോലെ തന്നെയാണ് കാൽസ്യം 2 ഒരു ദിവസം 2 വെച്ചാണ് സാധാരണഗതിയിൽ കൺസ്യൂം ചെയ്യുന്നത്. ആ രീതിയിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡെഫിനിഷനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു ദിവസം 2 എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം 2 വെച്ചാണെങ്കിൽ 4th ANC ചെക്കപ്പും 4th ANC പീരീഡ് കഴിയുമ്പോൾ അവർക്കൊരു 360 കാൽസ്യം കൺസ്യൂം ചെയ്യുന്ന സമയമാവും. അപ്പൊ IFAയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് 4ാമത്തെ ANC ചെക്കപ്പ് പൂർത്തിയാകുന്ന ആള് 360 കാൽസ്യം കൺസ്യൂം ചെയ്ത് കഴിയേണ്ട സമയമാവും. അപ്പൊ ഈ കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ ഫെസിലിറ്റിയിൽ നിന്ന് 4ാമത്തെ ANC ചെക്കപ്പ് എടുത്തിരിക്കുന്ന എത്ര പേരുണ്ട്, അവര് കാൽസ്യം കൺസ്യൂം ചെയ്തതാണോ എന്നുള്ളതിന് ബേസിസിൽ അത്തരം പേരുടെ എണ്ണമാണ് നമ്മൾ ഈ കാൽസ്യത്തിന്റെ 360 കാൽസ്യം കൺസ്യൂം ചെയ്തവരുടെ എണ്ണത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ കാണുന്നത് ടാബ്ലറ്റിന്റെ എണ്ണം, പ്രഗ്നന്റ് വിമന്റെ എണ്ണം റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവരെടുത്ത ടാബ്ലറ്റിന്റെ എണ്ണമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പൊ ആ രീതി പാടില്ല. അതുപോലെ ചിലപ്പോ എല്ലാ ടാബ്ലറ്റും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇവർ ടാബ്ലറ്റ് വാങ്ങിയിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എഴുതി കൊടുക്കും, അവർ പുറമേ നിന്ന് വാങ്ങി കഴിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ് സെന്ററിൽ നിന്ന് അവർക്ക് JPHN ത്രൂ കിട്ടുന്നുണ്ടാവാം, അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിലാണ് അവർ 4ാമത്തെ ANC ചെക്കപ്പിന് വരുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളിത് ചോദിക്കുന്നു. അപ്പൊ അവർ കംപ്ലീറ്റ് കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണം നമ്മൾ അതിൽ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ ആൽബൻഡസോൾ ടാബ്ലറ്റ് ആണെങ്കിൽ ഡീവർമിംഗ് ടാബ്ലറ്റ്സ് ആണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അവർക്ക് കൊടുക്കുന്നതാണ് പ്രഗ്നൻസി ചെക്കപ്പിൽ. അത്തരത്തിൽ കഴിഞ്ഞ മാസത്തിൽ ആൽബൻഡസോൾ ടാബ്ലറ്റ് കൺസ്യൂം ചെയ്തവരുടെ എണ്ണമാണ് അതിൽ റിപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഡേറ്റ വേരിയബിൾ ആണ് 4 or more ANC ചെക്കപ്പ് എന്നുള്ളത്. അതായത് 4 ANC ചെക്കപ്പും കംപ്ലീറ്റ് ആയ എത്ര പ്രഗ്നന്റ് വിമൻ ആണ് കഴിഞ്ഞ മാസത്തിൽ ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ പ്രഗ്നൻസി പീരീഡിൽ ഒരു 4 ANC ചെക്കപ്പാണ് മാൻഡേറ്ററി ആയിട്ടും പറയുന്നത്. അതിൽ ആദ്യത്തേത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെയാണ്, രണ്ടാമത്തെ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ്, അടുത്ത 2 ചെക്കപ്പും വരുന്നത് 3rd ട്രൈമസ്റ്ററിലാണ്. അങ്ങനെ ഒരു 4 ANC ചെക്കപ്പും മാൻഡേറ്ററി ആണ്. ഇത്തരത്തിലുള്ള 4 ANC ചെക്കപ്പും കംപ്ലീറ്റ് ആയ എത്ര പ്രഗ്നന്റ് വിമൻ, കഴിഞ്ഞ മാസത്തിൽ എത്ര പ്രഗ്നന്റ് വിമനിലാണ് ഈ 4ാമത്തെ ANC ചെക്കപ്പും കംപ്ലീറ്റ് ആയത് എന്നുള്ളതാണ്. അപ്പൊ ഇത് തയ്യാറാക്കുമ്പോൾ അവിടെയും ഒരു കേരളത്തിന്റെ രീതി അനുസരിച്ച് ചിലപ്പം അവർ ആദ്യത്തെ ചെക്കപ്പ് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകും, അത് കഴിഞ്ഞ് പിന്നീട് വേണമെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്യാം, വേറെ എവിടത്തേക്കെങ്കിലും പോകും, അങ്ങനെ മാറിപ്പോകാവുന്ന സാഹചര്യങ്ങളുണ്ട്.
അപ്പൊ ഈ ഡേറ്റ പരിഗണിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ലാസ്റ്റ് ചെക്കപ്പ്, 4ാമത്തെ ANC പീരീഡിലുള്ള ചെക്കപ്പ് ഏത് ഹോസ്പിറ്റലിൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അത്തരം പ്രഗ്നന്റ് വിമന്റെ എണ്ണം നമുക്ക് കാണിക്കാം. അല്ലാതെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ 4 ചെക്കപ്പും എടുത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. 4ാമത്തെ ചെക്കപ്പ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അവർക്ക് അതിന് മുന്നോട്ടുള്ള 3 ANC ചെക്കപ്പും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രഗ്നന്റ് വിമന്റെ എണ്ണം 4 ANC ചെക്കപ്പും കംപ്ലീറ്റ് ആയ പ്രഗ്നന്റ് വിമൻ ആയിട്ട് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാം. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ TD വാക്സിൻ, നമ്മൾ ഓരോ മാസവും എത്ര പ്രഗ്നന്റ് വിമൻ ആണ് TD വാക്സിൻ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ TD വാക്സിന്റെ കവറേജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് കേരളത്തിൽ മൊത്തം കഴിഞ്ഞ വർഷത്തെ പ്രഗ്നന്റ് വിമനിൽ 95% പ്രഗ്നന്റ് വിമൻ ആണ് TD1 എടുത്തതെന്നുള്ളതാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ സൂചിപ്പിക്കുന്നത്. അതിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം ജില്ലകളൊക്കെ 100% ആണ്. അവിടെയുള്ള എത്ര പ്രഗ്നന്റ് വിമനെയാണോ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ എല്ലാ പ്രഗ്നന്റ് വിമനും TD വാക്സിനും എടുത്തതായിട്ടാണ് കഴിഞ്ഞ വർഷത്തെ ഡേറ്റയിൽ ഈ പറയുന്ന പത്തനംതിട്ട മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ എടുത്തതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ മറ്റു പല ജില്ലകൾ നോക്കിയാൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലൊക്കെ ഈ TD വാക്സിൻ എല്ലാ പ്രഗ്നന്റ് വിമനും കിട്ടിയതായിട്ട് ഡേറ്റയിൽ വന്നിട്ടില്ല. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാറില്ല. TD വാക്സിൻ എല്ലാവരും എടുക്കാറുണ്ട്. ഇപ്പോ ലാസ്റ്റ് പ്രഗ്നൻസി 3 വർഷം ആയിട്ടില്ലെങ്കിൽ, ലാസ്റ്റ് പ്രഗ്നന്റ് ആയിട്ട് 3 വർഷം ആയിട്ടില്ലെങ്കിൽ അവർക്ക് സാധാരണ TD ബൂസ്റ്റർ ആണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിഗണിച്ചിട്ടാണ് ഈ ഡേറ്റ ഇൻഡിക്കേറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത്രയും കവറേജ് കുറഞ്ഞാണ് കാണുന്നത്. അതൊക്കെ ഡേറ്റ റിപ്പോർട്ടിംഗ് വരുന്ന ഒരു അണ്ടർ റിപ്പോർട്ടിംഗ്, കൃത്യമായ ഡേറ്റ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഡേറ്റ റിപ്പോർട്ടിംഗ് കൃത്യമായി നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ള പ്രഗ്നന്റ് വിമന് ആവശ്യമായ കെയർ നമ്മുടെ ജില്ലയിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കും നമുക്ക് നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ മറ്റ് പൊതുവേദികളിലേക്കോ വരുന്നത്. 4 ANC ചെക്കപ്പ് എന്ന് പറയുന്നത് ഒരു ഗർഭാവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ ഓരോ നിശ്ചിത പീരീഡിലുള്ള ANC ചെക്കപ്പുകൾ. അപ്പൊ അത്തരത്തിൽ കഴിഞ്ഞ 2021-22 പീരീഡിൽ HMIS-ൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ 4 ANC ചെക്കപ്പും കംപ്ലീറ്റ് കിട്ടിയിരിക്കുന്നത് 90% ഗർഭിണികൾക്കാണ്. നമ്മുടെ 2021-22 കാലയളവിൽ നമ്മൾ ഗർഭിണിയായതിൽ 90% പ്രഗ്നന്റ് വിമനും 4 ANC ചെക്കപ്പും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പോർട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് 22-23 കാലയളവിൽ 93% പ്രഗ്നന്റ് വിമനും ഈ 4 ANC ചെക്കപ്പും കിട്ടിയതായിട്ടാണ് പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്ററുകളായിട്ടാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഡേറ്റയും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഹോസ്പിറ്റലിന്റെയും ഡേറ്റ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അതിന്റെ കൺസെപ്റ്റ് മാറിപ്പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു ജില്ലയുടെ ശരിയായിട്ടുള്ള ഈ ഇൻഡിക്കേറ്ററിലേക്ക് നമുക്ക് എത്താൻ കഴിയത്തില്ല. അപ്പൊ ഇനി നേരത്തെ കണ്ടത് പ്രഗ്നന്റ് വിമന്റെ TD വാക്സിന്റെ കാര്യം പറഞ്ഞു. അവർക്ക് കൊടുക്കുന്ന IFAയുടേത്, കാൽസ്യത്തിന്റെ, അതുപോലെയൊക്കെ എണ്ണം എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് നേരത്തെ കണ്ട സ്ലൈഡിൽ പറഞ്ഞത്. ഇനിയുള്ളത് ഈ പ്രഗ്നൻസി പീരീഡിലുള്ള വിവിധങ്ങളായ അവസ്ഥകൾ ടെസ്റ്റ് ചെയ്തത്, എത്ര പേർക്ക് ഓരോ ടെസ്റ്റ് നടത്തി, ആ ടെസ്റ്റ് നടത്തി എത്ര പേർക്ക് ഓരോ അവസ്ഥ കണ്ടക്ട് ചെയ്യുന്നുള്ളതാണ്.